പൊന്നാനിയിൽ പോയി അവിടെ മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെടുന്ന ആളുകളോടൊക്കെ വളരെ രസകരമായി ഇടപഴകി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പൊന്നാനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തിര, ചെറിയൊരു തിരയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ തീരത്ത്? രതീഷ്, നമ്മൾ രാവിലെ പറയുകയുണ്ടായി മലപ്പുറത്തിൻ്റെ കാര്യം. ഫുട്ബോളിൻ്റെ ശൈലിയിൽ പറയുമ്പോൾ മലപ്പുറത്ത് ഒരു ഡിഫെൻസീവ് ഗെയിമാണ് നടക്കുന്നതെങ്കിൽ അവിടെ ലീഗിൻ്റെ ഭൂരിപക്ഷം പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് ലീഗ് നടത്തുന്നതെങ്കിൽ കുറച്ചുകൂടി അറ്റാക്കിംഗ് ഗെയിമാണ് പൊന്നാനിയിൽ നടക്കുന്നത്. അവിടെ ലീഗിൻ്റെ കൂടാരത്തിൽ നിന്നെത്തിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറെയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയിരിക്കുന്നത്. ഹംസ നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രൈക്കർ തന്നെയാണ്, ആഞ്ഞടിക്കുന്നുണ്ട്. ഏകദേശം സമസ്തയുമായി ബന്ധപ്പെട്ട ലീഗിൻ്റെ അഭിപ്രായ ഭിന്നതയായിക്കോട്ടെ, ഈ പച്ചക്കൊടിയുടെ വിഷയത്തിലായിക്കോട്ടെ, ഇതിലെല്ലാം ഹംസയുടെ പ്രതികരണം കൂടി തേടണം എന്ന നിലയിലേക്ക് നമ്മൾ പോയി ഈ പ്രചാരണം തൊട്ട കാര്യം മുതൽ. ആ ഒരു ഫോക്കസ് ഹംസയിലേക്ക് മാറ്റിയെടുക്കാൻ ഹംസ നന്നായി തന്നെ ഈ സമസ്തയുമായുള്ള ഒരു ബന്ധവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. താൻ സമസ്തയുടെ ആളാണ് എന്ന് നേരത്തെ മധുവേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും സമസ്ത വോട്ടുകൾ അങ്ങനെ ഏകോപിപ്പിക്കുകയൊന്നും അത്ര എളുപ്പമായുള്ള കാര്യമൊന്നുമല്ല. അത് അപ്പോൾ സമസ്തയുമായി താൻ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണെന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഹംസ അവിടെ നടത്തുന്നുണ്ട്. അത് വലിയ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് KS ഹംസ നടത്തുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ തന്നെയാണ്. ഒന്ന്, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന KT ജലീലിനും PV അൻവറിനും കിട്ടാത്ത ആനുകൂല്യം ഹംസയ്ക്ക് കിട്ടിയത് അത് പാർട്ടി പ്രവർത്തകർക്ക് ഇടയിൽ തന്നെ ഒരു വിയോജിപ്പുണ്ടാക്കിയോ എന്നൊരു അഭിപ്രായം അവിടെ വരുന്നുണ്ട്. രണ്ട്, ഈ ഹംസ ഇവിടെ ഈ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ തനിക്ക് വലിയ രീതിയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കും, ഇതിനു മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥികളെക്കാൾ തനിക്ക് ഓളം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഹംസ പറഞ്ഞ ഘടകം ഉണ്ട്. അപ്പോൾ ഹംസയിലേക്ക് വരുമ്പോൾ ഹംസ നല്ലൊരു അറ്റാക്കിംഗ് സ്ട്രൈക്കറായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ 1,92,000 എന്ന് പറഞ്ഞു കിടക്കുന്ന ആ ഒരു ഭൂരിപക്ഷത്തെ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഈ ഒരു ഘടകങ്ങൾ സഹായിക്കുമെന്ന് തന്നെയായിരിക്കണം CPM-ന്റെ ഒരു ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ഈ ഒരു ഘടകം ഹംസ എന്ന് പറയുന്ന